പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കെതിരെയും ഒരു അഴിമതി കേസും ഇതേവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെതിരായും ഒരു അഴിമതി കേസും രാജ്യത്തുള്ള സകലമാന ഏജൻസികൾ 100 ചില്ലാനം ദിവസമായി തലകുത്തി മറഞ്ഞിട്ടും അവസാനം ഒരു BJP നേതാവിന്റെ മകനെ EDയുടെ തലപ്പത്തേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് നേരെയും ഒരു ആരോപണമോ അല്ലെങ്കിൽ കേസെടുക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങ് വെച്ചാൽ മതി. അല്ലേ വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം ടിക്ടോണ്ടിയാ. അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? സർക്കാർ ചെന്ന് പെടാൻ പോകുന്ന അല്ലെങ്കിൽ LDF ചെന്ന് പെടാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ സ്വപ്ന സുരേഷ് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കാൾ പൊതുജനങ്ങളും വോട്ടർമാരുടെയും നാവിൻ തുമ്പിൽ നിൽക്കുന്ന വാക്കുകൾ സ്വപ്ന സുരേഷ്, ഈ പറയുന്ന ശിവശങ്കർ, സ്വർണ്ണക്കടത്ത്, ഖാലിദ്, UAE കോൺസുലേറ്റ്, ഇതൊക്കെയാണ് വോട്ടർമാരുടെ മനസ്സിലിരിക്കുന്നതെങ്കിൽ അവർക്ക് എങ്ങനെയാണ് LDFിലെ വിശ്വസിച്ച് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുക എന്ന ചോദ്യം അതും പ്രസക്തമല്ലേ? ഒരു കാര്യം, വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളാണ് മഹാഭൂരിപക്ഷവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആ കണ്ട സ്കൂളുകളും ഇപ്പോൾ ആ സ്കൂളുകൾക്കുണ്ടായ മാറ്റവും കണ്ടാൽ തന്നെ മറ്റൊന്നും കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. അതെ, നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? നിമിഷം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടെങ്കിലോ EDയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടോ ഒന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നില്ല. ആത്മവിശ്വാസത്തോടുകൂടി പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളെ ചൂണ്ടിക്കാട്ടി വികസനമാണ് അവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പെർഫോമൻസ് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. UDFിന്റെ അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നത് പാളാൻ സാധ്യതയുണ്ടോ? LDFിന്റെ വികസന പദ്ധതി വോട്ടായി മാറുമോ? എന്തായിരിക്കും വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡം? BJPയുടെ കണക്കുകൂട്ടൽ. രണ്ട് പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞല്ലോ. ഇത് തന്നെ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക്. കാരണം UDF എന്താണെന്ന് LDF പറഞ്ഞിട്ടുണ്ട്, LDF എന്താണെന്ന് UDFും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവർ രണ്ടുപേരും കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന ചക്കളത്തി പോരാട്ടമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. ഒരാൾ ചെയ്യുന്ന അഴിമതി മറ്റൊരാൾ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളുടെ അഴിമതി പുറത്തു പറയാതിരിക്കണമെങ്കിൽ ഞങ്ങളെപ്പറ്റി അന്വേഷിക്കരുതെന്ന് ഭീഷണി മുഴക്കുന്നു. 5 വർഷം മുമ്പ് അഴിമതിക്കാരനാണെന്ന് മുദ്രകുത്തി നാളുനീളെ പാട്ടയടിച്ച് ചെണ്ടകൂട്ടി നിയമസഭയിലും അട്ടഹാസമൊക്കെ നടത്തിയ ആൾക്കാരെ വിശുദ്ധ പദവി കൊടുത്ത് ഭരണകൂടാരത്തിലേക്ക് കയറ്റുന്നു. ഒരാളുടെ അഴിമതിയുടെ ബാക്കി പത്രമായ പാലം തങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് ഒരു സർക്കാർ ഉദ്ഘാടനം ചെയ്യുന്നു. 3-ാം മാസത്തിലെല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴുന്നു. അപ്പം ഇതുതന്നെയാണ് കേരളത്തിൻ്റെ ജനങ്ങളെ, പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന മലയാളികളെ കഴിഞ്ഞ 60-65 വർഷക്കാലമായി ഇരു മുന്നണികളും ചേർന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് മാറുന്നത് പോലെയുള്ള ഒരു ദുര്യോഗമാണ് മലയാളി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരെന്താ പറഞ്ഞത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അവർ ഭരിക്കാൻ പോകുന്നു എന്നല്ലേ അവർ പറഞ്ഞത്? അപ്പോൾ അതൊക്കെ അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് യാതൊരു വിധമായ എന്താണ് പറയുന്നത്, ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാമാന്യേന ഒരു മനുഷ്യന് വേണ്ട അടിസ്ഥാനപരമായ വികാരമില്ലാത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് അവരത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെയൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. 4.5 വർഷക്കാലത്ത് ഇടതുമുന്നണിയുടെ ഭരണം നാം കണ്ടല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ 100 കണക്കിന് പദ്ധതികൾ, കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുത്ത 100 കണക്കിന് പദ്ധതികളുടെ ഫണ്ട് ലാപ്സാക്കിയ കഥ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ആ സ്ഥിതിക്ക് ഇനി മത്സരം വേണ്ട, നീതി ആയോഗ് എന്തിനായിരിക്കും കേരളത്തിന് ഭരണ മികവിന് 1-ാം സ്ഥാനം കൊടുത്തത്? എന്നിട്ടും എന്തിനായിരിക്കും സെന്റർ ഫോർ പോളിസി പബ്ലിക് അഫയേഴ്സ് റിസർച്ച് സെന്റർ എന്തിനാണ് 1-ാം സ്ഥാനം കൊടുക്കുകയും ഉത്തർപ്രദേശ് പിന്നിലായി പോവുകയും ചെയ്തത്? എന്തിനാണ് വിദേശ സർക്കാരുകൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ ന്യൂസിലൻഡിൻ്റെതായ പ്രധാനമന്ത്രി അടക്കം ശൈലജ ടീച്ചറെ അഭിനന്ദിച്ചത്? അല്ല, വിദേശത്തു നിന്നൊക്കെ കിട്ടിയ പിഞ്ഞാണത്തിന്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അവരുടെ ആൾക്കാരെ ഈ സെന്റർ ഫോർ എന്തോ ഒരു ഓർഗനൈസേഷന്റെ കാര്യം പറഞ്ഞല്ലോ, ചെന്നൈയിൽ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ ആരാണെന്നും ഇതിന്റെയൊക്കെ പെയ്ഡ് PR വർക്കിന്റെ കഥകളൊക്കെ അരുണിനും അറിയില്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അരുണിനെ പറ്റി അല്ല കസ്തൂരി രംഗൻ ഇപ്പോൾ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്താ കസ്തൂരിരംഗനാണോ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആള്? അദ്ദേഹം പറയുന്നതാണ് ഈ രാജ്യത്തിന്റെ അവസാന വാക്ക്. അത്ര വലിയ ആളല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് രൂപം എന്തിനാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്? സന്ദീപ്, അല്ല അത്ര വലിയ ആളല്ലെന്ന് ഞാൻ പറഞ്ഞോ?
അല്ല എന്താണ് താങ്കൾ കസ്തൂരി ചോദിച്ചത്? രംഗൻ പറഞ്ഞതുകൊണ്ടല്ല വലിയ ശരിയാകും. ആളാണോ? കസ്തൂരി രംഗൻ ആണെങ്കിൽ ഇപ്പോൾ private- ആണെങ്കിൽ അല്ല, വിദ്യാഭ്യാസ ഇപ്പോൾ നയം ഉണ്ടാക്കിയ private- കസ്തൂരി രംഗൻ private- വലിയൊരു മനുഷ്യനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഈ പോളിസി പബ്ലിക് അഫയേഴ്സ് റിസർച്ച് സെന്ററുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അദ്ദേഹം വലിയ ആളല്ലാതായി തീർന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഒരു സ്വകാര്യ സ്ഥാപനം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ DGP ആയി റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന അരുണിന് അറിയാമോ? അങ്ങനെ റിട്ടയർമെന്റിന് ശേഷവും സർക്കാരിന്റെ മറ്റു ചുമതലകൾ ഇല്ലാത്ത സമയത്ത് അവർ പല ഏജൻസികളുടെയും തലപ്പത്തേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നൊന്നും വേദവാക്യമാണെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. നീതി ആയോഗോ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ അവാർഡുകൾ പൊക്കി നീതി ആയോഗോ? പിടിക്കാനുണ്ട്. ഇവിടെ ജനങ്ങളുടെ മുൻപാകെ നീതി ആയോഗോ? പറയേണ്ട കാര്യങ്ങളെ പറ്റിയല്ലേ അരുണെ നാം പറയേണ്ടത്. നീതി ആയോഗോ? നീതി ആയോഗിന്റെ കഥ ഞാൻ പറയാം. അപ്പൊ ജനങ്ങളുടെ മുൻപാകെ ജനങ്ങളുടെ മുൻപാകെ നമുക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ഇവിടെ ഈ സർക്കാർ അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളായിട്ട് അവരുടെ ഏറ്റവും ഉജ്ജ്വലമായ പദ്ധതികളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് പദ്ധതിയാ സ്വന്തം പദ്ധതി ഉള്ളത്? ഇതൊക്കെ കേന്ദ്ര സർക്കാർ പദ്ധതികളാണ്. ദേശീയപാതയുടെ വികസനമായാലും ലൈഫ് പദ്ധതി ആയാലും ഗെയിൽ ഇതിന്റെ രൂപീകരണമായാലും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ പദ്ധതികൾ തന്നെയാണ്. ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേന്ദ്ര പദ്ധതിയായിരുന്നോ? സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി എത്ര രൂപ ഫണ്ട് കിട്ടിയെന്ന് അരുൺ എന്തായാലും റിസർച്ച് ചെയ്തപ്പോൾ കിട്ടി കാണൂല. അതും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. എത്രയുണ്ട്? ഏകദേശം കെട്ടിട നിർമ്മാണത്തിന് എത്ര കൊടുത്തു SSA പ്രകാരം? എത്ര ശതമാനം വരുമെന്ന് എനിക്ക് പറയില്ല. ഞാൻ പറയാം. നിൽക്കൂ. അങ്ങനെ അരുൺ LDF സർക്കാരിന്റെ വക്താവാകാതെ ഞാൻ LDF ചോദിച്ചത് വജസ്പതി കേട്ടതല്ലേ? ഞാൻ താങ്കളോട് ചോദിച്ചത് മാത്രം. വസ്തുതാപരമായി വോട്ട് ചെയ്യാൻ പോകുന്നവരെ തെറ്റിദ്ധരിപ്പിക്കരുതല്ലോ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഈ ആവേശമൊന്നും അവിടെ വസ്തുതാപരം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ആവേശമൊന്നും അവിടെ കാണാറില്ല. അങ്ങോട്ട് ചോദിക്കുമ്പോ അങ്ങ് വളരെ കുറച്ചുകൂടി ആവേശം വരും. ഇടപെടാൻ പറഞ്ഞപ്പോ പോലും അങ്ങക്ക് ആവേശം വരുത്താം. ആവേശം വേണ്ട, പതുക്കെ മതി. കാര്യമുണ്ട്. ഇത് ഞങ്ങളെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടി. എനിക്ക് സന്തോഷം, സങ്കടം, ദേഷ്യം ഇതൊക്കെ വരുമ്പോ സംസാരിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പൊ സർവശിക്ഷ അഭിയാനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ അതിന്റെ തുക എത്രയാണ് എന്ന് ഞാൻ ഇപ്പൊ എനിക്ക് പറയാൻ അറിയില്ലെങ്കിൽ സർവശിക്ഷാ അഭിയാൻ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട്. അതിന്റെ ഭാഗമായി സ്കൂളുകൾ നവീകരിക്കുന്നതിനും സ്കൂളുകളിൽ കമ്പ്യൂട്ടർ വാങ്ങുന്നതിനും ഒക്കെ ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട്. ഇതൊന്നും സംസ്ഥാന സർക്കാരിന്റെ സ്വന്തമായ പദ്ധതികളല്ല. ഒന്നിടം പണിയുന്നതല്ലോ വികസനം. കേന്ദ്ര അങ്ങനെ ചോദിക്കാമെങ്കിൽ ഞാൻ ചോദിക്കാം, എത്ര കാലമായി സംസ്ഥാനത്തിന്റെ ഈ സിലബസ് പരിഷ്കരിച്ചിട്ട് എന്ത് പരിഷ്കരണമാണ് നിങ്ങൾ നടപ്പാക്കിയത്? എന്ത് ഗുണപരമായ മേന്മ അതിലുണ്ടായിട്ടുള്ളത്? അപ്പൊ കെട്ടിടം പണിതു എന്ന് കുറെ കാലമായി ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതികൾ പറയുന്നുണ്ട്. 50 കോടി രൂപയ്ക്ക് പണിയാവുന്ന കെട്ടിടം 75 100 കോടി രൂപയ്ക്ക് പണിത് മേനി നടിക്കുന്നതല്ലല്ലോ. അടിസ്ഥാനപരമായ വികസനം എന്തു നടന്നു? ഞാൻ ചോദിക്കാം. അങ്ങനെ ചോദിച്ചതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രം മറ്റു വിഷയങ്ങളിലൂടെ പോകാം. പക്ഷേ എങ്കിലും ഒരു ചോദ്യം കൂടി പറഞ്ഞിട്ട് 2 സ്മാർട്ട് സിറ്റികൾ ഉണ്ടല്ലോ, എറണാകുളവും തിരുവനന്തപുരം. എന്താ അതിന്റെ അവസ്ഥ? സ്മാർട്ട് സിറ്റി പദ്ധതി പ്രഖ്യാപിച്ചിട്ട് എത്ര കാലമായി? 2014 പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നല്ലോ. ഈ സ്മാർട്ട് സിറ്റി പദ്ധതികൾ ഇതുവരെ തുടങ്ങിയിട്ടുണ്ടോ? എന്തോ ഒരു ചുവട് വെച്ചതാണ് ഇപ്പൊ അഴിമതിയുടെ വക്കീലായി ശിവശങ്കറിനെതിരെ അന്വേഷണവുമായി. അപ്പൊ ഇവര് നടപ്പാക്കി പറയുന്നത് പദ്ധതികൾക്ക് ഇത്രയേ ഉള്ളൂന്നേ. കമ്മീഷൻ കിട്ടുന്ന പദ്ധതികൾ അല്ലാതെ. എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് പിടിച്ചെവിടെയെങ്കിലും കെട്ടിയിട്, അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി കൊല്ലും. ഒറ്റ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് എത്തിയോ ഇല്ലയോ? എത്തിയിട്ടുണ്ടാകാം. എന്താ കാരണം? എന്താണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് അതൊക്കെ ഈ സർക്കാർ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ഇവിടെ പൊതുവിദ്യാലയങ്ങളിൽ. ഞാൻ പൊതുവിദ്യാലയത്തിൽ പഠിച്ച ഒരാളാണ്. ഇവിടെ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കൂടിയത് എപ്പോഴാണ്? അല്ല, അപ്പൊ വിദ്യാർത്ഥികൾ എന്താ കുറഞ്ഞതുകൊണ്ടാണല്ലോ കൂടിയത്. എന്തുകൊണ്ട് കുറഞ്ഞു? നിങ്ങളുടെ കുഴപ്പമല്ല, കുറച്ചത് കൂടിയപ്പോൾ അത് അംഗീകരിക്കാതിരിക്കുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ ഇവിടെ കൂടി എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ അങ്ങനെ ഞാൻ അംഗീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ കണക്ക് പറഞ്ഞാൽ കൂടിയിട്ടുണ്ടാകും. ഞാൻ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എന്തുകൊണ്ടാണ് വിഷയമാണല്ലോ ഈ വികസനവും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുക എന്നുള്ളത് വിദ്യാഭ്യാസ നേട്ടമാണ്. എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. SSAയുടെ ഫണ്ട് ഇപ്പോൾ ലഭിക്കുന്നില്ല, വെട്ടിച്ചുരുക്കി ഇല്ലാതാക്കി കളഞ്ഞു. SSA തന്നെ ഇപ്പോ ഇല്ല. സന്ദീപ് അതൊന്ന് പഠിച്ചു വരട്ടെ. എന്താ പറഞ്ഞേ? ഇവിടെ സജീഷ് പറയുകയുണ്ടായി, ഇവിടെ സർവശിക്ഷാ അഭിയാന് കേന്ദ്ര ഫണ്ട് ഒന്നും നൽകുന്നില്ലെന്ന്.
സജീഷെ 2019-20 അതായത് ഈ നടപ്പ് വർഷം നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വർഷം 897 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സമഗ്ര ശിക്ഷാ അഭിയാന് വേണ്ടി കേരള സംസ്ഥാനത്തിന് നൽകിയത്. അതിനു മുൻപ് 17-18 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത ഫണ്ടിന്റെ 10% മാത്രം ചെലവഴിച്ച് 90% ലാപ്സാക്കിയ ഒരു ചരിത്രവും കേരളത്തിനുണ്ട് സമഗ്ര ശിക്ഷാ അഭിയാന്റെ കാര്യത്തിൽ മാത്രം. ഈ കെട്ടിടം നിർമ്മിക്കാൻ SSA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരല്ലേ സർ തീരുമാനിക്കേണ്ടത്? കേന്ദ്ര സർക്കാർ അവിടുന്ന് കൊടുക്കുമല്ലോ. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഞാൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്റെ അരുണ ഈ ബേസിക് കാര്യങ്ങളിലേക്ക് അതല്ലല്ലോ ഇവിടുത്തെ ചർച്ച. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 890 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതെന്റെ ചോദ്യം ഇതാണ്, സംശയത്തിലേ ഉള്ളൂ. അടിസ്ഥാന വിദ്യാഭ്യാസ വികസനത്തിനു വേണ്ടി കേരളത്തിന് 894 കൊടുത്തു. ഉത്തർപ്രദേശിൽ എത്ര കൊടുത്തിട്ടുണ്ടാവും? ഞാനിപ്പോ ഉത്തർപ്രദേശിന്റെ കാര്യം സംസാരിക്കേണ്ട ആളല്ലല്ലോ. കേരളത്തിന്റെ കാര്യം അങ്ങനെ നിഷ്കളങ്കമായ സംശയമൊന്നുമല്ല. ഞാൻ പറയാം ഒരു നിമിഷം ആ ഭാഷ സന്ദീപ് കേൾക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ സന്ദീപ്. എനിക്ക് ഉത്തർപ്രദേശിനെ കുറിച്ച് സന്ദീപിനോട് ചോദിക്കാൻ പാടില്ല. ഉത്തർപ്രദേശിനെ കുറിച്ച് ചോദിക്കരുത്. സന്ദീപിനോട് ഉത്തർപ്രദേശിനെ കുറിച്ച് ചോദിക്കരുത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പണ്ട് പറഞ്ഞു അരുണി എഴുതാപ്പുറം വായിക്കരുത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരവില്ലെങ്കിൽ അങ്ങേക്ക് പറയാം അങ്ങയുടെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അത് ചോദിക്കരുത് എന്നുള്ളത് അങ്ങ് പറയുന്നത് ശരിയല്ല സന്ദീപ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. SSA പ്രകാരം പറ്റില്ല. ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയും. SSA പ്രകാരമല്ല ഞാൻ ചോദിക്കാൻ പറയാൻ സമ്മതിക്കാതെ ഞാൻ മുന്നോട്ട് പോകില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോകും. SSA പ്രകാരം കേരളത്തിന് കിട്ടിയത് 894 കോടി രൂപ. അത് സംസ്ഥാന സർക്കാർ പാഴാക്കി കളഞ്ഞു എന്നല്ലേ താങ്കളുടെ ആരോപണം? സർ ഒരു നിമിഷം, താങ്കൾ പറഞ്ഞത് അനുസരിച്ച് 894 കോടി രൂപയിൽ 10% മാത്രമേ ഉപയോഗിച്ചുള്ളൂ, 90% കേരളം വിനിയോഗിച്ചില്ല എന്നാണോ? അല്ലല്ലോ അങ്ങനെ പറയൂ. അവിടെ നിൽക്കൂ. പറയാം. നിങ്ങൾ ഈ ഞാൻ ചോദിക്കുന്നത് കേരളത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഉത്തർപ്രദേശിലേക്ക് ഓടുന്നത്? ഇത് ഇന്ത്യ രാജ്യത്തായതുകൊണ്ട്. കേരളത്തിന് വെറും 3 മാത്രം. എന്റെ അരുണ ഞാൻ അല്ല എന്നാ പിന്നെ അരുണ് സംസാരിക്കും, ഞാൻ എഴുന്നേറ്റ് പോകും. അല്ലല്ല, നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയണ്ടേ? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ചർച്ച എന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ഉന്നയിച്ചില്ലല്ലോ. ഞാൻ ഒരു ചോദ്യം അരുണോട് പറഞ്ഞില്ലല്ലോ. കേരളത്തെ ചർച്ച ചെയ്യുമ്പോൾ 24 കോടി ജനങ്ങൾ നിൽക്കൂ അരുൺ. 24 കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി ഉത്തർപ്രദേശ് ഭരിക്കാൻ തുടങ്ങിയിട്ട് വെറും 3.5 വർഷമേ ആയിട്ടുള്ളൂ. നിങ്ങളിപ്പോ ഞാൻ അരുണിനെ എന്ന് പറയുമ്പോൾ ഈ നിങ്ങൾ ഇപ്പൊ ഒന്നും BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് പറയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്ന ആശയഗതിക്കാരാണ് കഴിഞ്ഞ 60 വർഷവും ഉത്തർപ്രദേശ് ഭരിച്ചത്. ഞങ്ങൾ വെറും 3.5 വർഷമേ ആയിട്ടുള്ളൂ. 24 കോടി ജനങ്ങൾ ബീമാരി സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ആയിരുന്നു അത്. ആ ഒരു സ്റ്റേറ്റില് 24 കോടിയാണ് ജനങ്ങൾ. ഇത് വെറും 3.25 കോടി ജനങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഓടി ഓടി പോകുന്നത്? കേരളത്തെ പറ്റി ചർച്ച ചെയ്യൂ. കേരളത്തിലല്ലേ ഒരു കുട്ടി ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത്? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യും? ശരി, പിന്നെ 896 കോടി രൂപയുടെ കാര്യം അത് ഈ നടപ്പ് സാമ്പത്തിക വർഷമാണ് എന്നും 2 വർഷം മുമ്പാണ് കേരളം ലാപ്സാക്കിയതെന്നും ഞാൻ പറഞ്ഞു. ആരും അത് കേൾക്കുന്നില്ല. കേട്ടതിന് ശേഷം കേരളത്തിൽ ഇത്രയും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടം നിർമ്മിച്ചത് ഏത് ഫണ്ട് ഉപയോഗിച്ചാണ്? എങ്ങനെയാണ് ഫണ്ട് സ്വരൂപിച്ചത്? താങ്കൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? ഞാനല്ലല്ലോ സംസ്ഥാന സർക്കാരിന്റെ വക്താവ്. ഇവിടെ ഞാൻ ചോദിക്കുന്നത് സംസ്ഥാന സർക്കാർ കെട്ടിടം വെച്ചതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം? എന്തിനാണ് അത് മാത്രം പൊക്കിപ്പിടിച്ചു നടക്കുന്നത്? ഞാൻ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലേ? സർവശിക്ഷ ഫണ്ട് മാത്രം MLA ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലേ? പറഞ്ഞല്ലോ
അത് കേന്ദ്ര ഫണ്ടാണ്. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലേ? അത് കേന്ദ്ര ഫണ്ടാണ്. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല. അല്ല പിന്നെ പിണറായി വിജയൻ തറവാട്ടിൽ നിന്നുണ്ടല്ലോ ഫണ്ടാണോ? കേന്ദ്ര ഫണ്ടാണോ MLA ഫണ്ട്? നിങ്ങളിത് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി മതി മതി ഇത് പറഞ്ഞത് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. SSA ഫണ്ട് 90% ലാപ്സായി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കേരളത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. അതൊക്കെ എവിടുന്നോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ലളിതമായി പരിശോധിച്ചാൽ അറിയാം. ഇപ്പോൾ കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഇതുപോലെ കൃത്യമായി നടക്കുന്നത്? പറയട്ടെ, ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ പറയട്ടെ. ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പേര് പറയാനൊക്കെ പറഞ്ഞാൽ പ്രകോപിതനായിട്ട് കാര്യമൊന്നുമില്ല. സജീഷിന് ഇടതു ഭരണത്തിന്റെ നേട്ടങ്ങളെ പറ്റിയൊക്കെ വാചാലനാകാൻ അവകാശമുണ്ട്. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വ്യത്യസ്തമായ ഒരു കാര്യമാണ്. 2016 ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടി രൂപയായിരുന്നു. നാം സംസാരിക്കുന്ന ഈ മിനിറ്റിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എക്സാക്ട് കണക്കല്ല, ഞാൻ പറയുന്ന കണക്ക് തെറ്റും. ഇപ്പോൾ പക്ഷേ 2.25 ലക്ഷം കോടി രൂപയാണ്. ഓരോ മലയാളിയുടെയും കടം 75,000 56,000 നിന്നും 75,000 വർദ്ധിച്ചു. എങ്ങനെയാണ് ഈ കടം വർദ്ധിച്ചത്? അതാണ് ഇവരുടെ 4.5 വർഷത്തിലെ ഭരണത്തിലെ ഒരു നേട്ടം. അത് പിന്നെ 2014 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ് അമൃത നഗരം പദ്ധതി. കേരളത്തിലെ 9 നഗരങ്ങളെ 6 കോർപ്പറേഷനെയും 3 മുനിസിപ്പാലിറ്റിയെയും ഇതിൽ തിരഞ്ഞെടുക്കുകയും 2,500 കോടി രൂപ നഗരങ്ങളുടെ ഡെവലപ്മെന്റിനായി കേന്ദ്ര സർക്കാർ നൽകി. 2014 പ്രഖ്യാപിച്ച പദ്ധതി 2018 ഓഗസ്റ്റ് മാസത്തിലാണ് കേരളത്തിൽ പ്രവർത്തനത്തിന് ആദ്യ ചുവട് വെക്കുന്നത്. 1 സ്വച്ഛ ഭാരത് പദ്ധതി 482 കോടി രൂപ കേരളത്തിന് അനുവദിച്ചു. 2018 ഓഗസ്റ്റ് വരെ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ജനകല്യാൺ യോജന എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട സാമ്പത്തിക സഹായമാണ്. സംശയമുണ്ട്, അതുകൊണ്ടാണ് ഈ സ്വച്ഛ ഭാരതിൽ എന്താണ് ഉദ്ദേശിച്ചത്? സ്വച്ഛ ഭാരതിൽ എന്ത് നിർമ്മിക്കാനാണ്? സ്വച്ഛ ഭാരത് പദ്ധതികൾക്ക് മാലിന്യ സംസ്കരണം അടക്കമുള്ള കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ വരാം. അതായത് സംസ്ഥാന സർക്കാരിന്റെ നയം കേന്ദ്രീകൃത മാലിന്യം വേണ്ട, ഉറവിട മാലിന്യ സംസ്കരണം എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നയം. എനിക്കറിയാമല്ലോ, വിളപ്പിൽശാലയും ലാലൂരും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഉറവിട മാലിന്യ സംസ്കരണമാണ് നമ്മളുടെ നയം, കേന്ദ്രീകൃതമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറെ കാലമായി സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 2 മാസങ്ങൾക്ക് മുമ്പ് കോവിഡ് കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ മീറ്റിംഗ് വിളിക്കുകയും അവിടെ വെച്ച് ലോക ബാങ്കിൽ നിന്നും 2,500 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിന്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇവർ കഴിഞ്ഞ 5 വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുമുണ്ട് PMAY പദ്ധതി. 3 ലക്ഷം രൂപയായിരുന്നു നഗരസഭകൾക്കുള്ളത്. അതിൽ 1.5 ലക്ഷം രൂപ പകുതി കേന്ദ്ര സർക്കാരിൻ്റെതായിരുന്നു. 50,000 രൂപ സംസ്ഥാന സർക്കാരിൻ്റെത്, 50,000 തദ്ദേശ ഭരണത്തിൻ്റെത്, 50,000 ഗുണഭോക്തൃ വിഹിതമായിരുന്നല്ലോ. സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത്? 1 ലക്ഷം രൂപ കൂടി തരാമെന്ന് പറഞ്ഞ് 4 ലക്ഷമാക്കി ലൈഫ് എന്ന പേരിൽ അതിനെ പുനരാവിഷ്കരിച്ചു. അപ്പൊ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? സംസ്ഥാന സർക്കാരിന്റെ വിഹിതത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറിയിട്ട് ആ ഭാരം കൂടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മുകളിലേക്ക് വെച്ചുകൊടുത്തു. അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എത്ര കൊടുക്കണം? 2 ലക്ഷം, 1.5 2 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലൈഫിന്റെ വിഹിതമായി. അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അതോടുകൂടി അതായത് ഈ നമ്മളുടെ ഗുണഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞു. കാര്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അത്രയും പണം കൊടുക്കാനില്ല. ഇതാണ് ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണ്. കിറ്റ് കൊടുത്ത കാര്യം, ഓണ കിറ്റ് കൊടുത്തതിന്റെ നാറ്റം ഇതേവരെ മാറിയിട്ടുണ്ടോ സജീഷേ? പുഴുവരിച്ച പപ്പടം, പുഴുവരിച്ച ശർക്കര, പഴുതാര കയറിയ ശർക്കര, തൂക്കത്തിൽ വെട്ടിച്ച എണ്ണത്തിൽ വെട്ടിച്ച കിറ്റ്, നാറിയ കഥകളാണ് ഓണക്കിറ്റിന്റെ. 88 ലക്ഷം കിറ്റ് നിങ്ങൾ 100 കണക്കിന് കോടി രൂപയുടെ അഴിമതി കൊടുത്തിട്ടുണ്ട്. ഞാൻ വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ആ പരാതിയിൽ ഒരു നടപടി ഉണ്ടാക്കാൻ, ഒരു അന്വേഷണം നടത്തുന്ന വിജിലൻസോ നിങ്ങളുടെ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? കോടതി ഉൾപ്പെടെ പറഞ്ഞില്ലേ പുഴുത്ത ശർക്കരയും പുഴുത്ത പപ്പടവുമാണ് നിങ്ങൾ കൊടുത്തത്. എന്നിട്ട് അവസാനം സിവിൽ സപ്ലൈസ് തന്നെ പറഞ്ഞില്ലേ ഇത് കഴിക്കരുത് എന്ന്. അതുകൊണ്ട് പറയരുത്. സംസ്ഥാനങ്ങളിൽ കിറ്റ് കൊടുത്തുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. റേഷൻ കടകൾ വഴി രാജ്യത്ത് ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ട് അരുണേ. എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ലല്ലോ. ഏത് സംസ്ഥാനത്താ കിറ്റ് കൊടുക്കാറുള്ളത്? കേരളത്തെ പോലെ കൊടുക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ കോവിഡ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഉത്തർപ്രദേശിൽ കോവിഡ് വന്ന ഞാനൊന്ന് പറയട്ടെ. അരുൺ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. എന്റെ ഇറിറ്റേഷൻ അല്ല.
അങ്ങനെ എല്ലാവരും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചെവിയിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അങ്ങനെയല്ല, നിങ്ങൾ ഒരു വാചകം പറഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ ഇടപെട്ടോളൂ. അല്ല, ഞങ്ങളുടെ റിസീവിംഗ് എൻഡിലാണ്, നിങ്ങളുടെ കയ്യിലാണ് മൈക്ക് ഇരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചോദിക്കാം. ഞങ്ങൾ പറഞ്ഞു വരുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടാൽ ഞങ്ങൾ പറയാൻ വരുന്ന പോയിന്റിന്റെ ക്രക്സ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് അജണ്ടകൾ ധാരാളം ഉണ്ടാകാം. ഞങ്ങൾ പറയുന്നത് കേൾക്കാനാണ് നിങ്ങൾ വിളിച്ചിരുത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സാവകാശം കൂടെ കാണിക്കണം. പറഞ്ഞോളൂ. അപ്പൊ കിറ്റ് കൊടുത്തതിന് സംസ്ഥാനങ്ങൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ നഴ്സുമാർക്ക് 3 ഇരട്ടി ശമ്പളം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തില്ലേ? നിങ്ങളെ മുമ്പേ അപഹസിച്ച ഉത്തർപ്രദേശും ഹിമാചലും അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൊടുത്തില്ലേ? കോവിഡിൽ പോരാളികളായിട്ടുള്ള നഴ്സുമാരെയും ഡോക്ടർമാരെയും താമസിപ്പിക്കാൻ ലക്നോ നഗരത്തിലെ 5 സ്റ്റാർ ഹോട്ടലുകൾ ഏറ്റെടുത്ത് UP സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ലേ? ഹരിയാന സർക്കാർ എന്താ ചെയ്തത്? ഹിമാചൽ സർക്കാർ ചെയ്തില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി എല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ വിദ്യാഭ്യാസവും ആരോഗ്യപരവുമായ നേട്ടം എന്നുള്ളതൊന്നും കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം നേട്ടമൊന്നും അല്ലല്ലോ അരുണേ. ഇത് സ്വാതന്ത്ര്യത്തിന് മുൻപ് തൊട്ട് തന്നെ കേരളം ആർജിച്ചിരുന്ന സാമൂഹികമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ് ഇതൊക്കെ. സൂപ്പർ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Yeah.